ഇതാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ഹോൾ ഐഡന്റിഫൈ ചെയ്തത്. ഹോളെന്ന് വെച്ചാൽ നമ്മൾ ഹോൾ ഐഡന്റിഫൈ ചെയ്തത്. അത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Whatizee. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ അളിയൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ടീത്ത് ഒന്ന് ക്ലീൻ ചെയ്യാനും പിന്നെ പോളിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഇവിടെ പറവൂര് തൊട്ടടുത്ത് തന്നെ ലുമിയ ഡെന്റൽ ക്ലിനിക് ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ബിഫോർ എൻ്റെ ടീത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ ആഫ്റ്റർ എങ്ങനെ ഉണ്ടാവും, ടീത്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാം. അപ്പോൾ അവിടെ അവൻ്റെ ക്ലിനിക്കിലെത്തിയതിന് ശേഷം ഞാൻ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ലുമിയ ഡെന്റൽ ക്ലിനിക്ക്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ഞാൻ 2 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 2:05. ഇതാണ് ഇതിൻ്റെ അകം. ഡോക്ടർ ഫഹദ് ഉണ്ട്. ഹായ്, നമസ്കാരം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ടീത്തിൽ ചെയ്യാൻ പോണതും അതിനെക്കുറിച്ചും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീത്ത് ക്ലീനിങ് ആണ്, അഥവാ സ്കെയിലിംഗ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാൽക്കുലസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നീറ്റാക്കിയിട്ട് നല്ല അടിപൊളി സ്മൈലാക്കി കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് നമ്മുടെ പ്രോസസ്സ് എല്ലാം ഒന്ന് കാണാം. ഓക്കെ. ഡോക്ടർ, അപ്പോൾ ഈ ഹോള് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഡോക്ടറെ? എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫില്ല് ചെയ്താൽ മതിയാവും. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് അത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ടൂത്ത് കളേഡ് ആ സെയിം കളർ തന്നെ ഇട്ടായിരിക്കും ഇരിക്കാം. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതൊന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാവിറ്റി, അതിന് ശേഷമാണ് നമ്മൾ കോമ്പോസിറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. അപ്പം നോർമലി നമ്മൾ ഇതൊന്നും അങ്ങനെ കാണില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് അല്ല, അതാണ് 6 months കൂടുമ്പോൾ നമ്മൾ സ്കെയിൽ ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കാണാൻ പറ്റാതെ, നമുക്ക് അറിയാത്ത, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സ്കെയിലിംഗ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. ഇപ്പൊ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ചെയ്ത സമയത്താണ് ഇത് കാണാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റൂട്ട് അങ്ങനെയുള്ള പ്രൊസീജിയറിലേക്ക് പോവാതെ തന്നെ നമുക്ക് സാധാ ഒരു ഫില്ലിംഗ് കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മണി നഷ്ടമില്ല, അതുകൊണ്ട് നമ്മുടെ ടൈം അങ്ങനെ ഒന്നും നമുക്ക് നഷ്ടമാവാതെ നേരത്തെ തന്നെ ചെയ്യാം. അതെ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോൾ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇപ്പം ക്ലീൻ ചെയ്തപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ ഒരു ഹോൾ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും വേഗം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഈ അടുത്ത പ്രൊസീജിയർ, അതായത് റൂട്ട് കനാലിലേക്ക് ഒന്ന് പോകുന്നതിന് മുമ്പേ തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ.
ഇതാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ഹോൾ ഐഡന്റിഫൈ ചെയ്തത്. നമ്മൾ ഹോൾ ഐഡന്റിഫൈ ചെയ്തത്. അത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഒന്നും കൂടി ആദ്യത്തെ കാണിച്ച്. ഓക്കെ, ആ ഒരു ഡെപ്പോസിറ്റ് അതവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മോള താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് ഈ പല്ലിന് ആട്ടം സംഭവിക്കുന്നതും ഇറക്കം സംഭവിക്കുന്നതൊക്കെ ആ സമയത്താണ് നമ്മൾ കുളിപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ക്ലീനിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതോടുകൂടി ഇല്ലാണ്ടായിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇതാവും. ഇപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ സംഭവം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് വന്നതാണ്. നമുക്കൊരു കോൺഫിഡൻറ്റ് തന്നെ വരും. അത്രയും വൃത്തിയിലിരിക്കും, നമുക്ക് ചിരിക്കാനും നോക്കാനൊക്കെ സ്പേസും പരിപാടികളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഡോക്ടറെ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. സാധാരണ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ടീത്ത് ക്ലീനിങ്ങിന് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനാമലിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? ഇല്ല, അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണത്. നമ്മൾ ടീത്ത് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് എനാമലിൽ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഇതാണ് സ്കെയിലർ. ഈ സ്കെയിലർ ടിപ്പിൽ ഒരു വൈബ്രേറ്റിംഗ് മോഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ആ സ്റ്റെയിൻസ് കളയുന്നത്. അപ്പൊ ഇതിന് ഇനാമലിനെ കളയാനുള്ള ഒരു പവർ ഇല്ല. ഇതിലെപ്പോഴും നമ്മുടെ കാൽക്കുലസ് പോലുള്ള ഡെപ്രീസുകൾ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സുകളെ കളയാനുള്ള പവറാണ് ഇതിനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനാമൽ പോകും എന്നുള്ളതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. പിന്നെ എനിക്കുണ്ടായിരുന്ന ഡൗട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ അല്ലെങ്കിൽ പിന്നെ 6 months കൂടുമ്പോൾ ക്ലീൻ ചെയ്യാൻ പറയില്ലല്ലോ ഒരിക്കലും. ഇനാമൽ പോകുമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഏതായാലും നല്ല അടിപൊളിയായിട്ടിരിക്കണ്ടേ. എനിക്ക് തന്നെ ഞാനൊരു പേഷ്യൻ്റെ നിലയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇതാണ് ഹോള്. ഇനി നമ്മൾ ഹോൾ അടച്ചതിന് ശേഷമുള്ളതാണ്. സത്യം പറഞ്ഞാൽ മനസ്സിലാവണം കൂടി ഇല്ല, ചെറിയൊരു ഇതുള്ളൂ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം ഹാപ്പി.